മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉച്ചകൊണ്ട കാര്യം കുശലായല്ലേ. പിന്നെ തട്ടിക്കൂട്ട് എന്തെങ്കിലും മെഴുക്കൂട്ടി തോരനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഫ്രിഡ്ജിലിരുന്ന് അല്ലറ ചില്ലറ പച്ചക്കറികളെല്ലാം ഞാൻ തട്ടിക്കൂട്ടി വെട്ടിക്കൂട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും വെന്ത് വന്നപ്പോഴേക്കും 3 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും ഉപ്പും മാത്രം വെച്ചിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് എന്തിനോ വേണ്ട ഫ്രിഡ്ജ് വന്നപ്പോൾ ഇരിക്കുന്ന ക്രീം ചീസ്. എന്നാ പിന്നെ അതിൽ നിന്ന് ഒരു സ്പൂൺ വാരി അങ്ങോട്ട് തട്ടാന്ന് വിചാരിച്ചു. ഉച്ചയൂണിന്റെ കറിയിൽ ചീസ് ഇടുവോ എന്നാണെങ്കിൽ ഞാൻ വീട്ടിൽ അമ്മയില്ലാത്ത ദിവസമാണെങ്കിൽ മീൻ കൊണ്ട് അലുവ വരെ ഉണ്ടാക്കും. പിന്നെയാണ് ഇതിന്റെ ചീസ്. താജ്മഹൽ പണിത് അവസാനം ചളകൊളം ആവുമെന്ന് വിചാരിച്ചെങ്കിലും അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത നമ്മുടെ ഉച്ചയൂണിന്റെ കറി എന്താന്ന് വെച്ചാൽ വെണ്ടയ്ക്കാണ്. കുറച്ച് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് അരിഞ്ഞു പറക്കിയെടുക്കാം. ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ്. എനിക്കാണെങ്കിൽ തോരനോ അവിയലും സാമ്പാറൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷെ പച്ചക്കറി കൊണ്ട് എന്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ എണ്ണയിൽ കിടന്നിങ്ങനെ മൂപ്പിച്ചിങ്ങനെ എടുക്കുമല്ലോ. അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. കൂടെ 2 ഉടങ്ങലും മുളകും കൂടെ പൊട്ടിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴത്തി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പശ പോലെ ഇരിക്കും. നമുക്ക് തോന്നുന്നു ചെലന്തി വല ഉണ്ടാക്കുന്നത് ഈ സാധനത്തിൽ നിന്നാണ് കേട്ടോ. എപ്പോഴെങ്കിലും വെണ്ടയ്ക്ക കട്ട് ചെയ്തതിന് ശേഷം കഴുകി പണി കിട്ടിയ ആൾക്കാരോട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കുറെ നേരം എണ്ണയ്ക്കകത്തിട്ട് വഴത്തി കഴിയുമ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. പണ്ടൊക്കെ 50 രൂപ കൊടുത്ത് നമുക്ക് മീൻ ഇഷ്ടമാതിരി കിട്ടുമായിരുന്നു. ഇപ്പൊ 500 രൂപ എടുത്താലും മീൻ കിട്ടാത്ത അവസ്ഥ ആയതുകൊണ്ട് ചിക്കൻ മേടിച്ചു. അപ്പൊ പിന്നെ അത് ഫ്രൈ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഒന്നാന്തരം കുടംപുളിയൊക്കെ ഇട്ട് മീൻ വറ്റിച്ചങ്ങോട്ട് വെക്കുകയാണെങ്കിൽ മീൻ ചട്ടിയുടെ അകത്ത് വരെ തലകെട്ട് കഴിക്കുന്ന ആൾക്കാരാണ് എന്റെ വീട്ടിലുള്ളത്. എന്നാൽ ചിക്കൻ കറി വെച്ചാൽ ഇവിടെ ആർക്കും വേണ്ട. അതുകൊണ്ട് ഞാനിത് ഫ്രൈ ആണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതേണ്ട ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടോപ്പും പാന്റും ഷോളും കൂടെ വെറും 400 രൂപയ്ക്ക് അകത്തുള്ള നല്ല പ്യൂർ കോട്ടൺ ആണ്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയും പോലെ പെട്ടെന്ന് എവിടെ പോകുന്നു വെച്ചാൽ ഞാൻ ബിസ്മി വരെ ഒന്ന് പോവാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. എന്നാ പിന്നെ അത് പോയി മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് കാണിച്ചില്ലല്ലോ എന്നാണെങ്കിൽ ഞാൻ ഡയറ്റിലാണെന്നും എനിക്ക് പുല്ലും വയ്ക്കലും മാത്രമേ കഴിക്കാവൂ. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതാണ് കഴിച്ച് കാണിക്കാത്തത്. ബിസ്മിയിൽ പോയി അത്യാവശ്യം കുറച്ച് പച്ചക്കറി മറ്റു സാധനങ്ങളും വാങ്ങിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ്. ഒരു പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു കേട്ടോ.